ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീട്ടിൻ്റെ അടുത്തുള്ള പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ ഗിംബലിൻ്റെ പണി തീർന്നു കേട്ടോ. ഏകദേശം 7 വർഷത്തോളമായി ആ ഗിംബൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഏകദേശം 2 വർഷത്തോളമായി. എൻ്റെ കൂട്ടുകാരൻ കുറേ വർഷത്തോളം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അവിനാശ് എന്ന് പറയുന്ന കൂട്ടുകാരനാണ് കേട്ടോ എനിക്ക് ഗിംബൽ സമ്മാനിച്ചത്. അപ്പോൾ ആ ഗിംബലിൻ്റെ പണി 2 ദിവസത്തോടെ തീർന്നു. അതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ഗിംബൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നവരെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഷേക്ക്നെസ് ചെറുതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു കടയിൽ പോയിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഫ്രണ്ട്സ് 5 രൂപയ്ക്ക് എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കൊച്ചു കടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അരി നോക്കാൻ തന്നെയില്ലേ? 10 പൈസെല്ലാം കൊടുത്തു. നമ്മുടെ ഒന്നെടുക്കത് 3 മുക്കും പണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു. ഒരാളുടെ അടുത്ത് തന്നെ എടുക്കും. എന്നിട്ട് പൈസ ഞാൻ എന്റെയൊക്കെ ഇപ്പൊ അവിടെ വെട്ടക്കണ്ണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെയാണ് അതെന്താ വയ്ക്കാൻ പറഞ്ഞത്. നോക്കട്ടെ അവിടെ അങ്ങനെ മാത്രം ഇതന്നെ ഉള്ളൂ. ആ ഇത് അവന്റെയാണ്. എന്തായാലും കായ്ക്കും പറയുന്നു. ഞാനത്ര എനിക്ക് അറിയാച്ചോ ഇപ്പൊ കുറേ പോകണം വേണം. നേരത്തെ കള്ളു കുടിക്കുകയാണെങ്കിൽ 2 പറ്റില്ല. ഇപ്പൊ അതിൽ കഴിക്കില്ല. കഴിച്ചത് അന്നേരം അവിടെ കടയിൽ തങ്കസ്വാമിയിലെ എത്ര വർഷമായി കട തുടങ്ങിയിട്ട് നമ്മള്? 1 കൊല്ലമായില്ലേ. ഇവിടെ എന്തൊക്കെയാ നമ്മുടെ കയ്യിലുള്ള കടികള്? പരിപ്പുവട, ഉഴുന്നുവട, മസാല വട, പഴംപൊരി, നാരങ്ങി, പിന്നെ പൊക്കവട, എല്ലാ കടികളും 5 രൂപയാണല്ലേ? ബാക്കിയുള്ളതൊക്കെ 5 രാവിലെ നമ്മൾ എത്ര മണിക്ക് കട തുറക്കും? 5:30 അല്ലേ? വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? 7 മണി വരെ. ഈ സ്ഥലം വരുന്നത്, ഈ സ്ഥലത്തിന് പറയുന്ന പേര് ചിക്കണാമ്പാറ അല്ലേ?
ഇത് ഉള്ളിപ്പോൾ കൂടെ കയറിയാണ്. പക്കോട കട അങ്ങനെയൊക്കെയുള്ളത്. എല്ലാം ഏഴരപ്പ കോവിഡ് വന്നില്ലേ, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വൈദ്യുതരിലൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ ഒഴിവായി. ഇതൊക്കെ വരും. രണ്ട് തരത്തിൽ പോയില്ലേ പെട്ടെന്ന് രണ്ട് തരത്തിൽ ശശി ചെണ്ട ഈ ഇവിടെ ചിക്കനാൻ പറ്റത്തില്ല. അങ്ങനെ കണ്ടാൽ അങ്ങനെ അസുഖമുള്ള ആളാന്ന് പറയുന്നുണ്ടല്ലോ. ആള് ക്യാൻസർ വന്നിട്ട് കേടൊന്നും വന്നില്ല. അത് ചികിത്സ ശരിയായി. ഒരു ഇതൊക്കെ കുഴപ്പമില്ല അവിടെ. അപ്പൊ ഇത് അറ്റാക്ക് വന്നോ അല്ലാണ്ട് പെട്ടെന്ന് തളാട്ടില്ല. ആരുമില്ല. പറഞ്ഞില്ലേ അല്ലേ? ഇന്നത്തെ പേപ്പർ രണ്ടു അച്ഛൻ്റെ പേര് എൻ്റെ പേര് വേലായി. വേലായുധൻ. കച്ചവടം ആകണം. കച്ചവടം ആയാലേ കൂലി കിട്ടുള്ളൂ. പിന്നെ ഒരു ബോണ്ട വെച്ചിട്ട് 10 അത് 5 ഇത് 3 9 പറയുന്നില്ലേ, കച്ചവടം നടക്കില്ല. അതാണ് ലാഭം. കച്ചവടം ആകുന്നതിനാൽ ലാഭം. അച്ഛൻ്റെ പേര് അങ്ങനെ കണ്ടാൽ അങ്ങനെ അസുഖമുള്ള ആളാന്ന് പറയുന്നുണ്ടല്ലോ. ആള് ക്യാൻസർ വന്നിട്ട് കേടൊന്നും വന്നില്ല. അത് ചികിത്സ ശരിയായി. ഒരു ഇതൊക്കെ കുഴപ്പമില്ല അവിടെ. അപ്പൊ ഇത് അറ്റാക്ക് വന്നോ അല്ലാണ്ട് പെട്ടെന്ന് തളാട്ടില്ല. ആരുമില്ല. ഫ്രണ്ട്സ്, കടയുടെ ഭാഗത്ത് വാഹനങ്ങളുടെ ഭയങ്കര സൗണ്ടാണ്, മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വീട്ടിനടുത്തുള്ള പാടത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇൻട്രോ പറയുന്നത്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്തിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.